കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിന് നന്ദി പറയുകയാണ്. അവന്റെ സന്നിധിയിൽ ഇരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണ്. ആ കർത്താവിന് എല്ലാ മഹത്വവും കർത്താവിനെ കൊടുക്കാൻ കർത്താവ് എത്ര അത്ഭുതകരമായി നമ്മളെ ഓരോരുത്തരെയും വഴി നടത്തുന്നു. അതിനായിട്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. ചില ദിവസങ്ങളായി ഞങ്ങൾ ഈ രാവിലെ ചില നെറ്റ് പ്രോബ്ലം ഉണ്ട്. എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. പെട്ടെന്ന് പ്രോഗ്രാം സ്റ്റാർട്ടായി കഴിയുമ്പം തന്നെ അത് കട്ടായി പോവുകയാണ്. ഇത് ഇന്ന് 3ാമത്തെ പ്രാവശ്യം റീസ്റ്റാർട്ട് ചെയ്യുന്ന. കഴിഞ്ഞ 4-5 ദിവസമായിട്ട് ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നെറ്റിന്റെ ആണോ ഫോണിന്റെ ആണോ എനിക്കറിയത്തില്ല. നമുക്കറിയാവുന്ന പോലെയൊക്കെ കാര്യങ്ങൾ ചെയ്തു. സോ ലെറ്റ് ലോർഡ് ഫിക്സ് എവറിത്തിങ്, ലെറ്റ് ഇറ്റ് ഗോ ഇൻ എ പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. കർത്താവിന്റെ ഹിതപ്രകാരം അതെല്ലാം ഏറ്റവും ബെസ്റ്റായിട്ട് നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സോ കർത്താവിന്റെ കൂടെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് പോലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സമയം വേറെ ലോകത്തിലില്ല. പ്രൈസ്. നമ്മുടെ പല വീടുകളിലും ഇന്ന് സന്തോഷം അനുഭവിക്കുന്നത്, ഇന്ന് സമാധാനം അനുഭവിക്കുന്നത് യേശു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതുകൊണ്ടാണ്. നമ്മുടെ പല വീടുകളിലും ഒക്കെ ചെല്ലുമ്പം അവിടെ ബോർഡുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ കാണാറുണ്ട്. യേശു ഈ ഭവനത്തിന്റെ നായകൻ. പ്രൈസ്. വാസ്തവത്തിൽ നമ്മുടെ വീടിന്റെ നായകൻ യേശു ആയിക്കോട്ടെ, നമ്മുടെ ഹൃദയത്തിന്റെ കർത്താവ് ഹൃദയങ്ങളിൽ വന്ന് വസിക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഈ സുവിശേഷം ലോകത്തിന്റെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടണം. ഈ സുവിശേഷം കർത്താവായ യേശുക്രിസ്തുവിന്റെ ഹൃദയമാണ് സുവിശേഷം. കർത്താവ് ഈ ഭൂമിയിലേക്ക് ഞാൻ വേഗത്തിൽ ഒരു വചനം വായിച്ചുകൊണ്ട് ഇന്ന് കർത്താവിൽ നിങ്ങളോട് സംസാരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. റോമർക്ക് എഴുതിയ ലേഖനം അതിന്റെ 1-ാം അധ്യായം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ്. 1-ാം അധ്യായം അതിന്റെ 15, 16, 17 വാക്യങ്ങൾ പ്രാരംഭമായി വായിക്കുന്നു. അങ്ങനെ റോമിലുള്ള നിങ്ങളോട് സുവിശേഷം അറിയിപ്പാൻ എന്നാൽ ആവോളം ഞാൻ ഒരുങ്ങിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമിൽ കടന്നു പോകുന്നതിന് മുമ്പാണ് റോമാലേഖനം എഴുതപ്പെട്ടത്. അവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, റോമിലുള്ളവരോട് സുവിശേഷം അറിയിക്കാൻ. ഇറ്റ് ഈസ് ദ പ്ലാൻ ഓഫ് ഗോഡ്. അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ വായിക്കുന്ന ഒരു കാര്യമുണ്ട്. യേശു പൗലോസ് അപ്പോസ്തലനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ യെരുശലേമിൽ എന്നെ സാക്ഷീകരിച്ചതുപോലെ നീ റോമിലും എന്നെ സാക്ഷീകരിക്കും. ആ റോമിൽ എത്തുന്നതിന് മുമ്പ് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ റോമിൽ എനിക്ക് സുവിശേഷം അറിയിക്കുവാൻ ഞാൻ എന്ത് ചെയ്ത് ഒരുങ്ങിയിരിക്കുക. ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ്, സദ്വർത്തമാനം. നമ്മൾ ഈ സദ്വർത്തമാനം, ഈ ഗുഡ് ന്യൂസ് നമ്മൾ ഓരോരുത്തരും നമ്മളെ തേടി വന്നതാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായത്. എന്നെ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ഈ സുവിശേഷം നിങ്ങളെ തേടി വന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് വിശ്വസിക്കുന്നവർ കർത്താവിന് ഒന്ന് മഹത്വപ്പെടുത്തുകയെ ആ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കർത്താവിന് ഒന്ന് നന്ദി പറഞ്ഞ്, ഈ സുവിശേഷം ഇല്ലായിരുന്നെങ്കിൽ, ഞാനിവിടെ ഇരിക്കുമ്പോൾ ഈ സുവിശേഷം എന്നെ തേടി വന്നില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ജീവിക്കത്തില്ലായിരുന്നു. ഈ ലോകത്തിന്റെ പരപ്പിൽ കാണേണ്ട വ്യക്തിയല്ല. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷയിലും ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഇസ് അപ്പോയിന്റഡ് മീ ദാറ്റ് ഹി ഹാസ് അനോയിന്റഡ് മീ ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. അവന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട്, ഈ സുവിശേഷം അറിയിക്കേണ്ടതിന്, ഈ നല്ല സദ്വർത്തമാനം അറിയിക്കേണ്ടതിന് കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കാൻ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. പ്രിയപ്പെട്ടവരെ, സുവിശേഷം, ഈ സുവിശേഷം എവിടെയെങ്കിലും നമ്മൾ അറിയിക്കുന്നുവെങ്കിൽ, പൗലോസ് പറയുന്ന ഒരു വാക്കുണ്ട്, സുവിശേഷം അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിക്കാൻ ഒന്നുമില്ല, ഞാൻ ആരോടെങ്കിലും പറഞ്ഞ ഒന്നുമില്ല, അത് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്, എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണ്. ഇവിടെ പറയുകയാണ്, ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്, കാലിന് ചെരുപ്പിട്ട് ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ്, ഇനി ഇറങ്ങി പുറപ്പെടാൻ ഞാൻ ഒരുങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരോടും, സുവിശേഷം ഒരാളെ ആത്മഹത്യയിൽ നിന്ന് മരണത്തിൽ നിന്ന്
ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ്. ഒരു ടെർമിനലി ഇല്ലായിരിക്കുന്ന വ്യക്തിയെ സൗഖ്യമാക്കാൻ കഴിയുന്നതാണ് സുവിശേഷം. യേശു പറഞ്ഞ ഒരു വാക്കുണ്ട്, ദരിദ്രന്മാരോട്. അപ്പം സുവിശേഷം ഇറ്റ് ഇസ് ഫോർ ദ പുവർ. ദരിദ്രന്മാർക്ക് സുവിശേഷം ആവശ്യമാണ്, പ്രഭുക്കന്മാർക്ക് സുവിശേഷം ആവശ്യമാണ്, രാജാക്കന്മാർക്ക് സുവിശേഷം ആവശ്യമാണ്. സുവിശേഷം ഈ ലോകത്തിലെ 800 കോടി ജനങ്ങൾക്കും ഈ സുവിശേഷം ആവശ്യമാണ്. ഈ സദ്വർത്തമാനം ഞാൻ പറഞ്ഞല്ലോ, ഞാനിവിടെ ഇരിക്കുന്നത് സുവിശേഷം ഒരു വ്യക്തി ഞങ്ങളോട് അറിയിച്ചത് കൊണ്ടാണ്. നിന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരു കർത്താവ് ജീവനോടെ ഉണ്ട്. നിന്റെ വീടിനെ കർത്താവ് സൗഖ്യം, നിന്റെ ഭാര്യയെ കർത്താവ് സൗഖ്യമാക്കും, നിന്റെ കടഭാരത്തെ കർത്താവിന് മാറ്റാൻ പറ്റും. ദാറ്റ് വാസ് ദ ഗോസ്പൽ ഐ ഹേർഡ്. ഇവിടെ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, അത് ദൈവശക്തിയാണ്. ഗോസ്പൽ ഇസ് ദ പവർ ഓഫ് ഗോഡ്. ഗോസ്പൽ ഇസ് ദ പവർ ഓഫ് ഗോഡ്. അത് ബൈബിളിന്റെ അകത്ത് ഈ ഗുഡ് ന്യൂസ് ഉറങ്ങുമ്പോഴല്ല, വെൻ ഇറ്റ് ഈസ് സ്പ്രീറ്റ്സ്. അത് എവിടെയൊക്കെ വിളിച്ചു പറയുന്നോ, എവിടെയൊക്കെ wherever you declare the gospel, wherever you declare the goodness of the Lord, it becomes the power of the Lord. അവിടെ സുവിശേഷം ദൈവശക്തിയായി മാറാൻ തുടങ്ങും. സുവിശേഷം അനേകരെ വിടുവിക്കുന്നതായി തീരും. പ്രിയപ്പെട്ടവരെ, ഇന്നും അനേകർ തകർന്നു കിടക്കുകയാണ്, അനേകർ ഭാരത്തിൽ കിടക്കുകയാണ്. ക്യാരി ദ ഗോസ്പൽ ഇൻ ടു ദ എൻഡ്സ് ഓഫ് ദ നേഷൻ. ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം കൊണ്ടുപോകാൻ, ഒരു തകർന്ന വീട്ടിലോട്ട് കയറി ചെല്ലാൻ സുവിശേഷം നോക്ക്. ഇത് എവിടെയും പറയാവുന്നതാണ്. ഈ സുവിശേഷം വഴിവക്കിൽ നമുക്ക് അറിയിക്കാം. ഈ സുവിശേഷം ഒരു മരണ വീട്ടിൽ നമുക്ക് പ്രസംഗിക്കാം, ഒരു വിവാഹ വീട്ടിൽ നമുക്ക് പ്രസംഗിക്കാം. ഈ സുവിശേഷം എവിടെയും നമ്മുടെ നെയ്ബർഹുഡിൽ നമുക്ക് പ്രസംഗിക്കാം. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്ന വ്യക്തിയുണ്ട്. നമ്മൾ സാധനം മേടിക്കാൻ പോകുന്ന ഒരു സൂപ്പർ മാർക്കറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു നിയർ ബൈ സ്റ്റോർ ആയിരിക്കാം. നമ്മൾ ഇടപെടുന്ന വ്യക്തികളായിരിക്കാം. നമ്മൾ ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടക്ടർ ആയിരിക്കാം. നോക്ക്, അവിടെ ആരൊക്കെ ആയിട്ട് നമ്മൾ മീറ്റ് ചെയ്യുന്നു. നിങ്ങളുടെ ഓഫീസിൽ നിങ്ങൾക്കുള്ള അസോസിയേറ്റ് ആയിരിക്കാം. എവിടെയൊക്കെ നിങ്ങൾ ആരൊക്കെ മീറ്റ് ചെയ്യുന്നോ അവിടെയൊക്കെ സുവിശേഷം അറിയിക്കുക എന്ന് പറയുന്നത് ഈ ബൈബിളിന്റെ ഒരു 1-ാം പേജ് മുതൽ അവസാനത്തെ പേജ് വരെ പ്രീച്ച് ചെയ്യുന്നതല്ല. സുവിശേഷം ജീവിക്കുന്നതാണ്. സുവിശേഷം നിങ്ങളിലൂടെ ജീവിക്കുന്നതാണ്. സുവിശേഷം നിങ്ങളുടെ ടെസ്റ്റിമണിയാണ്. സുവിശേഷം ദൈവം നിങ്ങളെ നടത്തിയതാണ്. സുവിശേഷം നമ്മുടെ ജീവിതം എന്താണ്, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് മാറ്റം, നിങ്ങൾ മറ്റുള്ളവരെ പോലെ അല്ലല്ലോ എന്ന് ലോകം നിങ്ങളോട് ചോദിക്കുന്നതിന്റെ പേരാണ് സുവിശേഷം. അതിന്റെ മറുപടിയാണ് സുവിശേഷം ഞാൻ അറിയിക്കുന്നുവെങ്കിൽ എനിക്ക് പ്രശംസിപ്പാൻ ഒന്നുമില്ല. സോ പ്രീച്ച് ദ ഗോസ്പൽ. അത് സമയത്തും അസമയത്തും ഒരുങ്ങി നിന്ന് ആ സുവിശേഷം ഒന്ന് അറിയിച്ചേ. ഇറ്റ് ഈസ് ദ പവർ ഓഫ് ഗോഡ്. അവിടെ അതിന്റെ 17-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. എന്നിട്ട് പറയാണ്, നീതിമാൻ വിശ്വാസത്തിൽ ജീവിക്കും. നിങ്ങൾ ഈ whenever you preach the gospel, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാവോ? ഒരു ഫെയ്ത്ത് റെലം ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. നോക്ക്, ഇല്ല, ഒരു വഴിയുണ്ട്, ഇല്ല, നിങ്ങൾ തകർന്നു പോകത്തില്ല, ഇല്ല, നിങ്ങൾ നഷ്ടപ്പെട്ടു പോകത്തില്ല എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് ഇതെല്ലാവർക്കും ഉള്ളതാണ്, എല്ലാവർക്കും വേണ്ടതാണ് സുവിശേഷം. കർത്താവ് തന്റെ പരസ്യ ശുശ്രൂഷയിൽ 1-2 സംഭവങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 14-ാം അധ്യായം അതിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു മനുഷ്യൻ വലിയ ഒരു വിരുന്ന് ഒരുക്കുകയാണ്, ഒരു അത്താഴം താൻ ഒരുക്കുകയാണ്. എന്നിട്ട് തന്റെ ദാസന്മാരെ അയച്ചിട്ട് പറയുകയാണ്, എല്ലാവരെയും നീ എന്ത് ചെയ്യുക, നീ പോയി ഇൻവൈറ്റ് എവരി വൺ, എല്ലാവരെയും വിളിക്കാൻ പറയുകയാണ്. അപ്പൊ എല്ലാവരെയും വിളിക്കുന്നതാണ് സുവിശേഷം. ഇവിടെ നോക്കിക്കേ, അതിന്റെ 17-ാം വാക്യം, അത്താഴ സമയത്ത് അവൻ തന്റെ ദാസനെ അയച്ചു. എല്ലാം ഒരുക്കി വെച്ചിട്ട് ദാസനെ അയച്ചു. ആ ക്ഷണിച്ചവരോട് എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, വരുവീൻ എന്ന് പറയുവീൻ. എല്ലാവരും ഒരുപോലെ ഒഴിവൊഴിവ് പറഞ്ഞു തുടങ്ങി. എവിടെയൊക്കെ പോയി പറഞ്ഞോ അവര് പല കാര്യങ്ങൾ ഒഴിവൊഴിവ് പറഞ്ഞു. ഒന്നാമൻ അവരോട്, ഞാനൊരു നിലം കൊണ്ടതിനാൽ അത് ചെന്ന് കാണേണ്ടതിന് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു. എന്നോട് ക്ഷമിച്ചു കൊള്ളണം എന്ന് ഞാൻ അപേക്ഷിക്കണമെന്ന് പറഞ്ഞു. മറ്റൊരുത്തൻ, ഞാൻ 5 കാളയെ കൊണ്ടിട്ടുണ്ട്, അവയെ ശോധന ചെയ്യുവാൻ പോകുന്നു, എന്നോട് ക്ഷമിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞു. വേറൊരുവൻ, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്നു, വരുവാൻ കഴിയില്ല എന്ന് പറഞ്ഞു. ദാസൻ മടങ്ങിച്ചെന്ന് യജമാനനോട് അറിയിച്ചു. അപ്പോൾ വീട്ടുടവേൻ കോപിച്ച് ദാസനോട്, നീ വേഗം പട്ടണത്തിലും വീതികളിലും ഇടത്തെരുവുകളിലും ചെന്ന് ദരിദ്രന്മാർ,
അംഗഹീനർ, കുരുടന്മാർ, മുടന്തന്മാർ എന്നിവരെ കൂട്ടിക്കൊണ്ടുവരിക എന്ന് കൽപ്പിച്ചു. പിന്നെ ദാസൻ യജമാനനെ കൽപ്പിച്ചത് ചെയ്തിരിക്കുന്നു, ഇനിയും സ്ഥലം ഉണ്ട് എന്ന് പറഞ്ഞു. യജമാനൻ ദാസനോട്, നീ പെരുവഴികളിലും വേലിക്കരികിലും പോയി എന്റെ വീട് നിറയേണ്ടതിനായി. അപ്പം സുവിശേഷം നിറയ്ക്കുന്നതാണ്. എന്നെ വളരെ തൊട്ട ഒരു വചനമാണ്, എൻ്റെ വീട് നിറയേണ്ടതിനായി. സുവിശേഷം വലിയ നിറവ് കൊണ്ടുവരുന്നതാണ്. സുവിശേഷം എല്ലാവർക്കും ആവശ്യമാണ്. സുവിശേഷം എവിടെയൊക്കെ പറയുന്നു. നോക്ക്, അനേകർക്ക് ഒഴിവൊഴിവ് നമ്മൾ പറയുമ്പം അനേകർ പല ഒഴിവൊഴികൾ പറയും. ഒരു മീറ്റിങ്ങിനൊക്കെ നമ്മൾ പലരെയും ക്ഷണിക്കുമ്പോൾ പറയും, ഓ എനിക്ക് സമയമില്ല, ഐ എം വെരി ബിസി, എനിക്ക് സമയം. പക്ഷേ നോക്ക്, എല്ലാം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. എൻ്റെ കർത്താവ് എപ്പോഴാണ് മടങ്ങി വരുന്നതെന്നറിയാം. സുവിശേഷത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ദൈവത്തിന്റെ രക്ഷയാണ്. അതിന്റെ അടുത്ത അധ്യായത്തിൽ ലൂക്കോസിന്റെ സുവിശേഷം തന്നെ അതിന്റെ 15-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഒരാൾക്ക് 100 ആടുണ്ടായിരുന്നു, തന്റെ ഒരെണ്ണം അതിന്റെ അകത്ത് നഷ്ടപ്പെട്ടു. ആ ഒരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ അതിനെ തേടി പോകുന്നതാണ് സുവിശേഷം. 99-നെ നമുക്ക് വാസ്തവത്തിൽ 99-നെ പ്രൊട്ടക്ട് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടം, അല്ലേ? നമുക്ക് 99 ഉണ്ടല്ലോ, ഒരെണ്ണം അല്ലേ പോയത്, ഞാൻ ഈ 99-നെയും വിട്ടിട്ട് ഒരെണ്ണത്തിന്റെ പുറകെ പോയാൽ എന്താകും? നോക്ക്, എന്റെ കർത്താവിന്റെ ഹൃദയമല്ല, അങ്ങനെയല്ല. 99-നെയും വിട്ടിട്ട് ആ നഷ്ടപ്പെട്ട ഒരെണ്ണത്തിന്റെ പ്രിയപ്പെട്ടവരെ, അനേകർ തകർന്ന് കിടപ്പുണ്ട്, അനേകർ നഷ്ടപ്പെട്ട് കിടപ്പുണ്ട്, അനേകർ ഭാരത്തിലും പ്രയാസപ്പെട്ടും കിടപ്പുണ്ട്. ഒരൊറ്റ വാക്ക്, ഞാൻ ഇവിടെ ഇരിക്കുന്നത് എൻ്റെ ഒരു സുഹൃത്തിന്റെ വായിൽ നിന്നും പുറപ്പെട്ട ഒരു വാക്ക്, റജി ആ മീറ്റിങ്ങിന് ഒന്ന് വാ. പ്രൈസ്. നോക്ക്, കർത്താവ് സ്നേഹിക്കുന്നുണ്ട്. ഈ വിഷയത്തിൽ നിന്ന് കർത്താവ് പുറത്തു കൊണ്ടുവരും. അങ്ങനെ ഒരു പറഞ്ഞ ഒരു വാക്കാണ് ഞാൻ ഇന്ന് പകൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കാൻ കാരണമായി തീർന്നത്. പ്രിയപ്പെട്ടവരെ, നോക്ക്, ആരൊക്കെയോ വെയിറ്റ് ചെയ്യുകയാണ്. ഒരു വാക്ക്. ആ ലൂക്കോസ് 15 ഇങ്ങനെയാണ് പറയുന്നത്. നോക്ക്, നിങ്ങൾക്കൊരു 100 ആടുണ്ടെന്നിരിക്കട്ടെ, അതിലൊന്ന് കാണാതെ പോയാൽ അവൻ 99-നെയും മരുഭൂമിയിൽ വിട്ടിട്ട് ആ കാണാതെ പോയതിനെ കണ്ടെത്തും വരെ നോക്കി നടക്കുകയില്ല. കണ്ട് കിട്ടിയാൽ സന്തോഷിച്ച്. അപ്പൊ ഈ സുവിശേഷം എന്ത് കൊണ്ടുവരുന്നതാണ്? സന്തോഷം കൊണ്ടുവരുന്നതാണ്. സുവിശേഷം സമാധാനം കൊണ്ടുവരുന്നതാണ്. സുവിശേഷം സൗഖ്യം കൊണ്ടുവരുന്നതാണ്. സുവിശേഷം ഉയർച്ച കൊണ്ടുവരുന്നതാണ്. അതിന്റെ പേരിൽ തന്നെ എല്ലാം ഉണ്ട്, ഗുഡ് ന്യൂസ്. അത് ഈ സുവിശേഷം എന്ന് പറയുന്നത് ഗുഡ് ന്യൂസ് ആണ്. ടു പ്രീച്ച് ദ ഗുഡ് ന്യൂസ്. നോക്ക്, നല്ല വർത്തമാനം. നിങ്ങൾ കടന്നു പോകുന്ന വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് പറയുന്നതാണ്. അങ്ങനെ പലരും തകർന്നു കിടപ്പുണ്ട്. നമ്മുടെ ചുറ്റുപാടും തമ്മിൽ നമ്മൾ ഒരു ദിവസം കണ്ടുമുട്ടുന്ന എത്ര പേര് ഈ പല പ്രയാസങ്ങളിലും പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒക്കെ കടന്നു. നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഒരു വാക്കായിരിക്കും ഒരു വ്യക്തിയെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കൊണ്ടുവരുന്നത്. ആ ഒരൊറ്റ വാക്ക്. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. കർത്താവ് നിങ്ങളെ തൊടാൻ മതിയായവന. കർത്താവിന് നിങ്ങളെ സൗഖ്യമാക്കാൻ പറ്റും. കർത്താവ് ചേർത്ത് നിങ്ങളുടെ വീട്ടിൽ സമാധാനം തരണമെങ്കിൽ യേശുവിന് മാത്രമേ പറ്റത്തുള്ളൂ. നമ്മൾ പറയുന്ന എവിടെ പോയി അറിയിക്കുമെന്ന നിങ്ങളുടെ അടുത്ത വീട്ടിൽ നിങ്ങൾ അറിയിച്ചിട്ടുണ്ടോ? അടുത്ത വീട്ടിൽ താമസിക്കുന്നവരോട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എല്ലാ ദിവസവും പോകുന്ന കടയില്ലേ, അവിടെ നിങ്ങൾക്ക് സാധനം എടുത്തു തരുന്ന ഒരു വ്യക്തിയല്ലേ, പ്ലീസ് അവരോട് നിങ്ങളൊന്ന് അവിടെ പോയി പരിപ്പും പയറും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വരുവാണോ? അവരോട് ഒരു വാക്ക് സംസാരിക്കുന്നുണ്ടോ? നോക്ക്, നിങ്ങളെ കാണുമ്പോൾ തന്നെ, നിങ്ങളോട് സംസാരിക്കുമ്പോൾ തന്നെ ഒരു വ്യത്യാസം അവന് അനുഭവിക്കട്ടെ. നിങ്ങളുടെ മേൽ യേശു പറഞ്ഞ ആ ഒരു വാക്കുണ്ട്, പ്ലീസ്. നോക്ക്, എന്റെ പിതാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. The power of God is upon you. The anointing of God is upon you. ആ അഭിഷേകം നിങ്ങളുടെ മേലുണ്ട്. ആ അഭിഷേകം പകരുന്നതാണ്, അഭിഷേകം വ്യാപരിക്കുന്നതാണ്. നോക്ക്, നിങ്ങൾ ഇടപെടുന്നവർ നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും, എന്താ there is something special in you. അങ്ങനെ നിങ്ങളോട് തന്നെ ചോദിക്കാൻ തുടങ്ങും. യു ക്യാൻ ഷെയർ ദ ഗോസ്പൽ, യു ക്യാൻ ഷെയർ യുവർ ടെസ്റ്റിമണി. നോക്ക്, നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചത് അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന പോലെ, ഞങ്ങൾ കണ്ടതും ഞങ്ങൾ കേട്ടതും തൊട്ടതും രുചിച്ചറിഞ്ഞതുമായ യേശു. നോക്ക്, അപ്പോസ്തലനായ യോഹന്നാൻ പറയുന്ന, യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 15-ാം അധ്യായത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, ഐ എം ദ വൈൻ ആൻഡ് യു ആർ ദ ബ്രാഞ്ചസ്. ഞാൻ തന്നെ, നോക്ക്, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ കൊമ്പുകളുമാകുന്നു. നോക്ക്, കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല,
ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല. നോക്ക്, നമുക്ക് ആ മുന്തിരിവള്ളിക്ക് കൊമ്പിൽ വസിച്ചിട്ടല്ലാതെ ഫലം കായ്ക്കാൻ സാധിക്കത്തില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ആ കർത്താവിൽ വസിക്കുക. അവിടെ താഴോട്ട് വായിക്കുമ്പോൾ അതിന്റെ 8-ാം വാക്യമാണെന്ന് തോന്നുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് എന്തും സാധിക്കും. പ്രിയപ്പെട്ടവരെ, മറ്റൊരുവനിലും രക്ഷയില്ല. രക്ഷപ്പെടാൻ ഒറ്റ നാമമേ ഉള്ളൂ. ആ കർത്താവ് തന്നെ തന്റെ പരസ്യ ശുശ്രൂഷയിൽ ശിഷ്യന്മാരെ അയക്കുകയാണ്. ഗോ ടു ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. നിങ്ങൾ അടുത്ത പട്ടണങ്ങളിലോട്ട് പോകും, അടുത്ത ഊരുകളിലോട്ട് പോകും. ഒരു പട്ടണത്തിൽ ചെല്ലുമ്പോൾ അവിടെ യോഗ്യമായ ഒരു ഭവനത്തിലോട്ട് നിങ്ങൾ ചെല്ലുക. ഈ സുവിശേഷം അവിടെ ഒരാൾ അവിടെ റിസീവ് ചെയ്യാനുണ്ടെങ്കിൽ, പ്രൈസ് നോക്ക്, എന്റെ സമാധാനം അവിടെ വസിക്കും. ഒരാളത് ഏറ്റെടുക്കുന്നെങ്കിൽ, നിങ്ങൾ പറയുന്നത് ഏറ്റെടുക്കുന്നെങ്കിൽ, ഇന്ന് പ്രഭാതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന എന്ത് വിഷയമാണെങ്കിലും എന്ത് വെല്ലുവിളിയാണെങ്കിലും, ഇഫ് യു ആർ റെഡി ടു റിസീവ്, നോക്ക്, ദ ഹെവൻ ഇസ് ഓപ്പൺ. സ്വർഗം തുറന്നാണ് ഇരിക്കുന്നത്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുകയാണ്. കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മൾ കടന്നു പോകുന്ന വിഷയങ്ങളിൽ നമ്മൾ പല സൊല്യൂഷൻസ് നോക്കാറുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയാം, ദ സൊല്യൂഷൻ ഈസ് ജീസസ് ക്രൈസ്റ്റ്. ജീസസ് ക്രൈസ്റ്റ് ക്യാൻ സേവ് എവറി ഇഷ്യൂ യു ഗോ ത്രൂ. നിങ്ങൾ കടന്നു പോകുന്ന സകലത്തിലും എൻ്റെ കർത്താവിന് പരിഹാരമുണ്ട് കേട്ടോ. അവൻ പരിഹാരം വരുത്തിയിട്ടാ പിതാവിന്റെ വലത്ത് ഭാഗത്ത് കയറിയിരുന്ന്. ധൈര്യത്തോടെ അങ്ങോട്ട് നോക്കിക്കോ, കൈധൈര്യത്തോടെ ആ നാമം ഒന്ന് വിളിച്ച് ധൈര്യത്തോടെ ഒന്ന് റിസീവ് ചെയ്ത്. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരന്മാരോടും പറയാം, സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത്. ഗോ ആൻഡ് preach the gospel. ഈ സുവിശേഷം അറിയിക്കണം. നിങ്ങളുടെ നെയ്ബർ, ഈ ദിവസങ്ങളിൽ അസാധാരണമായ ഒരു ഉത്സാഹം നമ്മുടെ മധ്യത്തിലൊക്കെ കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നത് കാണുമ്പോൾ, അത്ഭുത വിടുതലുകൾ ചെയ്യുന്നത് കാണുമ്പോൾ, നോക്കി എത്ര പേരാണ് നമ്മുടെ ചുറ്റും തകർന്ന് ഇരിക്കുന്നത്. കിഡ്നി പ്രോബ്ലം ഉള്ളവർ, കഴിഞ്ഞ ഞായറാഴ്ച ചെവിക്ക് പ്രോബ്ലം ഉള്ളവർ, എത്ര പേരെയാണ് കർത്താവ് സൗഖ്യമാക്കിയത്. ഞാൻ ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ഒരു കാര്യം അറിയാം, പ്രൈസ്, കർത്താവ് എന്തോ ഒന്ന് ചെയ്യാൻ റെഡിയായിരിക്കുന്നത് പോലെ കർത്താവ് നിൽക്കുകയാണ്. നോക്ക്, സമയം ഏറ്റവും അടുത്ത് ഇരിക്കുകയാണ്. നമുക്കറിയത്തില്ല കർത്താവിന്റെ മടങ്ങിവരവ് എപ്പോഴാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പ്ലീസ്, അപ്പോൾ അതിനുവേണ്ടി ലോകത്തെ ഒരുക്കാൻ കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്തതാണ്. വെറുതെ തെരഞ്ഞെടുത്തതല്ല, സ്വർഗത്തിൽ ഒരു സീറ്റ് കാലി ഉണ്ടെന്ന് ഓർത്ത് തെരഞ്ഞെടുത്തതല്ല. കർത്താവിന് ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ ചെയ്യാൻ വേണ്ടിയും കൂടെ കർത്താവ് എന്നെ ആക്കി വെച്ചിരിക്കുകയാണ്. സ്വർഗത്തിൽ ഒരുക്കിയിരിക്കുന്ന വീട് കർത്താവ് എനിക്ക് വേണ്ടി തരും കേട്ടോ. അത് എനിക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയതാണ്. എന്നാൽ അനേകർക്ക് കൂടെ ആ വീട്ടിലോട്ട് ഒരു എൻട്രി കർത്താവ് കൊടുക്കാൻ ആഗ്രഹിക്കുക. അതിനാണ് എന്നെയും നിങ്ങളെയും കർത്താവ് ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. ദൈവവചനം പറയാണ്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നോക്ക്, വെളിച്ചം എന്താണ് ചെയ്യുന്നത്? വെളിച്ചം ഇരുളിനെ പ്രകാശിപ്പിക്കാൻ തുടങ്ങും. എത്ര ഇരുട്ടുള്ള സ്ഥലവും, എത്ര തകർന്ന വീടും, എത്ര ഉപേക്ഷിക്കപ്പെട്ട വ്യക്തിയും, ആരും സഹായിക്കാനുള്ള ഇല്ലാത്ത വ്യക്തിയും, അവരെ തൊടാൻ എൻ്റെ കർത്താവിന് സാധിക്കും. പക്ഷേ നോക്ക്, ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പോലെ നോക്ക്, നിങ്ങൾ ഇങ്ങനെയാ, ദൈവവചനം ഇങ്ങനെയാ പറയുന്നത്, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഞാനൊന്ന് ഓൾട്ടർ ചെയ്ത് പറയാം, ഞാൻ ദൈവവചനം മാറ്റുവോ കൂട്ടിക്കളയോ ഒന്നും ചെയ്യുകയല്ല, ഒന്ന് ഓൾട്ടർ ചെയ്ത്. പക്ഷെ നിങ്ങളെ കൂടാതെ എൻ്റെ കർത്താവിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. കർത്താവ് പറഞ്ഞു, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ, പ്രൈസ്, നോക്ക്, നിങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്വർഗത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്നു. കർത്താവിന്റെ കരമായി, കർത്താവിന്റെ കാലുകളായി. നോക്ക്, ശിഷ്യന്മാരെ കർത്താവ് അയക്കുമ്പോൾ അവിടെ ഒരു പദപ്രയോഗം പറഞ്ഞിട്ടുണ്ട്, താൻ ചെല്ലേണ്ട സ്ഥലങ്ങളിൽ അവരെ 2 പേരായിട്ട് അയച്ചു. അപ്പൊ കർത്താവിന്റെ പകരക്കാരായിട്ടാണ് അയച്ചത്. കർത്താവിന്റെ മുന്നേ അവരെ അയക്കുകയാണ്. കർത്താവ് ചെല്ലേണ്ട സ്ഥലത്ത് കർത്താവിന്റെ പകരക്കാരായിട്ടാണ് കർത്താവ് പലപ്പോഴും എന്നെയും നിങ്ങളെയും അയക്കുന്നത്. നിങ്ങളെ കൂടാതെ സ്വർഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പലപ്പോഴും പറയും, കർത്താവിന്റെ കൈ കെട്ടപ്പെട്ടവനായിട്ട് കർത്താവ് സ്വർഗത്തിൽ ഇരിക്കുക. കാരണം എന്നാ, കർത്താവ് ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരങ്ങളും നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുകയാണ്. നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതാണ് സ്വർഗത്തിൽ അഴിക്കുന്നത്. നിങ്ങൾ അഴിച്ചില്ലെങ്കിൽ സ്വർഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ പോയില്ലെങ്കിൽ സ്വർഗത്തിന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരുമെന്നല്ലേ കർത്താവ് പറഞ്ഞത്. സോ നിങ്ങൾ കൈവച്ചില്ലെങ്കിൽ കർത്താവിന്റെ കൈക്ക് നീട്ടാൻ സാധിക്കത്തില്ല. സോ പ്ലീസ്, ഈ സുവിശേഷം എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും പറയാം, ഇന്ന് രാവിലെ എന്തെന്നില്ലാത്ത ഒരു തള്ളൽ ഈ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് എൻ്റെ ഉള്ളിൽ ഒരു അർജൻസി വരുന്നത് പോലെ. നമ്മളൊരു ട്രെയിനൊക്കെ വെയിറ്റ് ചെയ്ത് ഇപ്പം ഇനിയും ഏറ്റവും അടുത്തിരിക്കുക, സമയം ട്രെയിൻ വരാൻ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതിലോട്ട് കയറാൻ എങ്ങനെ പ്രിപ്പയർഡ് ആവുമോ അതുപോലെ ഒരു അർജൻസി ഈ സുവിശേഷം അറിയിക്കുന്നതിനെ കുറിച്ച് ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുകയാണ്, ഗോ ആൻഡ് പ്രീച്ച് ദ ഗോസ്പൽ. ചിലപ്പോൾ ഒരാളെ മരണത്തിൽ
പാപത്തിൽ നിന്ന് രക്ഷിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ നെയ്ബർഹുഡിലായിരിക്കാം. ഇന്നത്തെ ദിവസം ഒരു കണ്ടുമുട്ടുന്ന ഒരാളോട് ഗോഡ് ലവ്സ് യു, ഒന്നുമില്ലെങ്കിൽ ഇതേലും പറയാമല്ലോ, കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വാക്ക് ഒന്ന് പറയാമല്ലോ. ജസ്റ്റ് റിലീസ് എ വേർഡ്. നിങ്ങളൊരു വാക്കൊന്ന് പറഞ്ഞേ. ചിലരെ നോക്ക്, ഒറ്റ മിനിറ്റ് ഷോക്ക്ഡ് ആയിട്ട് ചിലർ നിൽക്കും. അന്തം വിട്ട് നിങ്ങൾ പറയുന്ന ആ വാക്കിൽ അന്തം വിട്ട് ചിലര് നിൽക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വായിൽ നിന്ന് ഒരു വാക്ക്, ഞാൻ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, അവര് നോക്ക്, അവര് അത് ഏറ്റെടുത്താലോ, ആ വീട് അത് ഏറ്റെടുത്താലോ, അവര് റിസീവ് ചെയ്താലോ, അങ്ങനെയൊന്ന് ചിന്തിച്ചേ. ലെറ്റ് us populate heaven and make the hell empty. നരകത്തെ നോക്ക് കൊള്ളയടിച്ച് or plunder the hell and populate the heaven. ആ സ്വർഗത്തെ നമുക്ക് ഒന്ന് നിറയ്ക്കാം. സോ പ്രിയപ്പെട്ടവരെ, സുവിശേഷത്തെ കുറിച്ച് ലജ്ജിക്കരുത്. ഇവിടെ ആ യജമാനൻ പറഞ്ഞതുപോലെ, നീ പെരുവഴികളിലും വേലിക്കരികിലും പോയി എന്റെ വീട് നിറയേണ്ടതിനായി. എനിക്ക് ഇന്ന് പകൽ ആ വാക്ക് വായിച്ചപ്പോൾ എന്റെ യേശു എന്റെ മുമ്പിൽ വന്നു നിന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നുകയാണ്. നോക്ക്, പെരുവഴിയിലും വേലിക്കരികിലും പോയി എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെ അകത്ത് കൊണ്ടുവരാൻ നിർബന്ധിക്കാനാ പറഞ്ഞത്. പോയി അവരോട് പറയാനാ പറഞ്ഞത്. ഒന്ന് നിർബന്ധിച്ച് നീ ഒന്ന് പറഞ്ഞേ. നോക്ക്, എന്റെ വീട് നിറയേണ്ടതിനായി. ഹീസ് പ്രിപ്പയറിംഗ് എ ഹോം, അല്ലേ? കർത്താവ് ഒരു വീട് ഒരുക്കാൻ പോയിരിക്കുകയാണ്. ആ വീട് നിറയേണ്ടതിനായി എല്ലാവരെയും നിർബന്ധിക്കുക. അത് നിറയാത്തത് കൊണ്ടാണ് എൻ്റെ കർത്താവിന്റെ മടങ്ങിവരവ് ഡിലേഡ് ആകുന്നത്. ചിലരും കൂടെ പത്രോസിന്റെ ലേഖനത്തിൽ പറയുന്ന പോലെ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശമാക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. ഒരു വീട് പോലും തകർന്നു പോകരുത്, ഒരു വ്യക്തി പോലും തകർന്നു പോകരുത്. നോക്ക്, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, കത്തിപ്പടരുന്ന ഒരു ഉണർവ് ഉണ്ടാകും. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവ് കത്തിപ്പടരുന്നത് പോലെ കണ്ണിമയ്ക്കും നേരം കൊണ്ട്, നിൽക്കുന്ന ദിപ്പിൽ ഞൊടി നേരം കൊണ്ട് കത്തിപ്പടരുന്ന ഉണർവ് ലോകത്തിന്റെ അറ്റത്തോളം ഉണ്ടാകും. അതിന്റെ പാർട്ടായിട്ട് എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും നാളെ കിട്ടത്തില്ല. ഇന്നത്തെ ദിവസം ഞാൻ ആരെ കണ്ടുമുട്ടുന്നു അവരോട് യേശുവിനെ കുറിച്ച് ഒരു വാക്ക്, നിങ്ങളെ നടത്തിയത്, നിങ്ങളുടെ വീടിനെ നടത്തിയത്, നിങ്ങളുടെ കുടുംബജീവിതത്തെ കർത്താവ് അനുഗ്രഹിച്ചത്, നിങ്ങളുടെ തലമുറകളെ കർത്താവ് തൊട്ടത്, നിങ്ങളുടെ ഭൗതിക രംഗത്തെ കർത്താവ് അനുഗ്രഹിച്ചത്, നിങ്ങളുടെ കടഭാരത്തെ മാറ്റിയത്, നിങ്ങളുടെ ശരീരങ്ങളെ സൗഖ്യമാക്കിയത്, എന്താണ് നിങ്ങൾ അനുഭവിക്കുന്നത്, നിങ്ങൾ തൊട്ടറിഞ്ഞത്, ആ കർത്താവിനെ ഷെയർ ദ ഗോസ്പെൽ, ഷെയർ ദ ഗുഡ് ന്യൂസ്. നോക്ക്, ചിലതിനെയൊക്കെ മരണത്തിൽ നിന്നായിരിക്കും വിടുവിച്ചെടുക്കുന്നത്, ചിലതിനെയൊക്കെ തകർച്ചയെന്നായിരിക്കും. ഒന്ന് ജസ്റ്റ് ഇൻവൈറ്റ് ദം. ചിലതൊക്കെ പറയുന്നത് ആരോട് പറയുമെന്ന, യു ക്യാൻ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ റിലേറ്റീവ്സിനോട് നിങ്ങൾക്ക് പറയാം, നിങ്ങളെ അസോസിയേറ്റ്സ്, നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ കണ്ടുമുട്ടുന്നവരോട് നിങ്ങൾ പറയാം, നിങ്ങളുടെ ഓഫീസിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരോട് പറയാം, നിങ്ങളുടെ നെയ്ബർഹുഡിൽ നിങ്ങൾക്ക് പറയാം. എവിടെ നമുക്ക് പറയാൻ നോക്കിയാൽ നമുക്ക് ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട്. നോക്ക്, നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുവാണെങ്കിൽ നമ്മുടെ കോ പാസഞ്ചറിനോട് നമുക്ക് പറയാം. ഒരാളെ കണ്ടുമുട്ടുമ്പം എവിടെയെങ്കിലും നമ്മൾ കണ്ടുമുട്ടുന്ന ആരോടെങ്കിലും വി ക്യാൻ സേ ടു സ്ട്രേഞ്ചേഴ്സ്. ചിലപ്പോൾ ഒരു ഫ്ലൈറ്റിൽ ഇരിക്കുകയായിരിക്കും, അടുത്തിരിക്കുന്ന, എനിക്ക് ഒത്തിരി പ്രാവശ്യം എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ എൻ്റെ ടെസ്റ്റിമണി, എൻ്റെ ഫ്ലൈറ്റിൽ കൂടെ സഞ്ചരിക്കുന്ന അനേകരോട് ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറഞ്ഞിട്ടുണ്ട്. സോ എവിടെയൊക്കെ പറയാൻ പറ്റുന്നോ, ചിലപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന നിമിഷം അവരത് ഏറ്റെടുത്തെന്നോ അവർക്കത് മനസ്സിലായെന്നോ വരത്തില്ല. പക്ഷേ ആ ഒരു വെടി കൊണ്ടിട്ടുണ്ട്. എപ്പോഴേലും കർത്താവ് നിശ്ചയമായിട്ടും അവരുടെ ഹൃദയം തുറക്കും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആള്. ചിലർ പറയും അങ്ങനെ നമ്മൾ പറഞ്ഞിട്ട് നമുക്ക് തോന്നിയിട്ടില്ല, ചിലരോടൊക്കെ പറഞ്ഞിട്ട് ചിലർ റിസീവ് ചെയ്തിട്ടില്ല എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. പക്ഷേ തിരിഞ്ഞ് ഒന്നുകൂടി ഒന്ന് നോക്കിക്കേ, നിങ്ങൾ ആരോടൊക്കെയോ പറഞ്ഞോ, എപ്പോഴൊക്കെയോ അവര് കർത്താവിനെ അറിയാനും കൂടി ഇടയായ എത്ര പേരുണ്ട്. അവരെ ഒന്ന് നോക്കിക്കേ. എപ്പോഴേലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ, നിശ്ചയമായിട്ടും അവരുടെ ഹൃദയം നിശ്ചയമായിട്ടും എന്റെ കർത്താവ് തുറക്കും. സോ പ്രീച്ച് ദ ഗോസ്പെൽ. എന്നെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച എന്റെ വീട് നിറയേണ്ടതിന് കണ്ടവരെയൊക്കെ എല്ലാരെയും വിളിച്ചു, കം, എന്റെ വീട് നിറയേണ്ടതിന്. കർത്താവിന്റെ വീട് നിറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. കർത്താവിന്റെ വീട് നിറയണമെങ്കിൽ ഞാനും നിങ്ങളും അല്ലാതെ കർത്താവിന് വേറെ വഴിയില്ല. സോ ലെറ്റ് us pray. ഇന്ന് പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് സുവിശേഷ ഗോസ്പെൽ ഇസ്, പൗലോസ് പറയുന്ന വാക്ക് ഗോസ്പെൽ ഇസ്. ഓക്കെ, ഇപ്പം ദ മോമെന്റ് ഇറ്റ് ഈസ് പ്രീച്ച്ഡ്,
The moment you deliver it, the moment the word proceeds out of your mouth, it becomes, it is the power of God. അവിടെ നിങ്ങൾ പറയുന്ന മാത്രയിൽ ദൈവശക്തി വ്യാപരിക്കും. നിങ്ങൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറയുമ്പം സൗഖ്യം കണ്ടാണ്. വഴി തുറക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് വഴി തുറക്കും. ഇതൊരു തകർന്ന വീടാണോ, അത്ഭുതകരമായി വിടുവിക്കപ്പെടട്ടെ എന്ന് നിങ്ങൾ പറയുന്നിടത്ത് ഷാലോം എന്ന് പറയുമ്പം ചില വീടുകൾക്കകത്ത് സമാധാനം വരും. ചില പട്ടണത്തിന്റെ അകത്ത് യു ആർ ചോസൺ ടു ട്രാൻസ്ഫോം നേഷൻസ്. രാജ്യങ്ങളെ കീഴ്മേൽ മറിക്കാൻ, അല്ലെങ്കിൽ രാജ്യങ്ങളെ തൊടാനാ കർത്താവ് നിങ്ങളെ വിളി. നിങ്ങൾ തന്നെ നോക്ക് താന്നവരായിട്ട് കാണരുത്. ഓ, എന്നെ കൊണ്ട് എന്നാ പറ്റും, ഞാൻ വല്ലതും പറഞ്ഞാൽ വല്ലൊരു ഏറ്റെടുക്കുവോ. നോക്ക്, നിങ്ങളെ തന്നെ നിങ്ങൾ ചെറുതായിട്ട് കാണാതെ. നമ്മുടെ കഴിവല്ലല്ലോ. യേശു പറഞ്ഞൊരു വാക്കില്ലേ, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഇരിക്കും. കൈ നീട്ടുമ്പോ വേറൊരു കരം അതിന് മേളിൽ നീണ്ടുവരും. നിങ്ങളൊരു കാല് ചവിട്ടുമ്പോ കർത്താവിന് പകരക്കാരായിട്ടാണ് നിങ്ങൾ കാല് ചവിട്ടുന്നത്. യേശു ചെല്ലേണ്ട വീടുകളിലാണ് കർത്താവ് നിങ്ങളെ അയക്കുന്നത്. നന്മ സുവിശേഷീകരിക്കുന്നവന്റെ ഉള്ളങ്കാൽ മനോഹരം, അത് ചവിട്ടുന്നിടം. നന്മ സുവിശേഷീകരിക്കുന്നത്, those who preach the good news, ഉള്ളങ്കാൽ മനോഹരം, അത് ചവിട്ടുന്നിടം അനുഗ്രഹിക്കപ്പെടും. ചില വീടുകളിലോട്ട് ഒന്ന് ചവിട്ടിക്കേ. ചുമ്മാ ഒരു വിസിറ്റ് നിങ്ങൾ പോയിക്കേ. ഒരു വീട്ടിലൊന്ന് ചെന്നേ. നമ്മൾ ഈ സുവിശേഷം അറിയിക്കാന്ന് ചിലരോടൊക്കെ ഒന്ന് ചുമ്മാ കാഷ്വലായിട്ടൊന്ന് വർത്താനം പറഞ്ഞാൽ മതി. അവിടെ നിങ്ങളുടെ ഒരു ടെസ്റ്റിമണി പറയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ ആ അനുഭവം പറഞ്ഞാൽ, നിങ്ങൾ തൊട്ടത് പറയാനും ഒരു അവസരം നിങ്ങൾക്ക് ഒരുങ്ങും. ഞാൻ ഈ കൈയെല്ലാം ചുരുട്ടി പിടിച്ച് ഇന്ന് പോലെ ഞാൻ സുവിശേഷം അറിയിക്കാൻ പോവുക. നോക്ക്, നല്ലതാ. അത് ഹൃദയത്തിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സമർപ്പിച്ച് അങ്ങോട്ടൊന്ന് ഇറങ്ങിക്ക്. ഒരാളോട് വർത്താനം പറയുമ്പം തന്നെ അതിനുള്ള വഴി തുറക്കും. ഞാൻ പറഞ്ഞില്ലേ, കവർ ടു കവർ ബൈബിള് പറയുന്ന അല്ല സുവിശേഷം. അനുഭവങ്ങൾ, തൊട്ടറിഞ്ഞത്, രുചിച്ചറിഞ്ഞത് കൊടുത്ത അനേകർക്ക്. ചില വീടുകളൊക്കെ മരണത്തിൽ നിന്ന്, എന്നോട് ഇന്ന് രാവിലെ വീണ്ടും പരിശുദ്ധാത്മാവ് പറയാം, ചിലതൊക്കെ മരണത്തിൽ നിന്ന്. ചില വീടിനെയൊക്കെ വിടുവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുക. തകർന്നു കിടക്കുന്ന, ഉടഞ്ഞു കിടക്കുന്ന, ആരോടും പറയാൻ മേലാത്ത സാഹചര്യങ്ങളിൽ കടന്നു പോകുന്ന ചില വ്യക്തികളുണ്ട്. ഇന്ന് ചേർത്ത് പിടിച്ച് ആ സ്നേഹം എന്നെ ചേർത്ത് പിടിച്ചോണം. ഞാൻ നല്ല മനുഷ്യനൊന്നും അല്ല, ഞാനൊരു അഴുക്ക് മനുഷ്യനായിരുന്നു. ഐ വാസ് ലിവിങ് എവേ 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 ഫ്രം ഗോഡ്. ഇത്ര അകന്ന് ജീവിച്ച വ്യക്തിയാണ്. സ്റ്റിൽ ഹി ലവ് യു. പാപികളായിരുന്നപ്പം തന്നെ നമ്മളെ സ്നേഹിക്കും. അവരെ കർത്താവ് സ്നേഹിക്കുന്നതുകൊണ്ടാണ് നിങ്ങളെ ആ വീട്ടിലോട്ട് കർത്താവ് അയക്കുന്നതും. ഒന്ന് ചെന്നേ, ചില വീടുകളിൽ ഒന്ന് ചെന്നേ, ചെല്ലെ ഒന്ന് ചേർത്ത് പിടിച്ച്, ചിലരുടെ കൈക്കൊന്ന് പിടിച്ച്. ആരെങ്കിലും എന്നോടൊന്ന് ഒരാശ്വാസമാക്ക് പറഞ്ഞിരുന്നു എങ്കിലെന്ന് വിചാരിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ആയിരിക്കും ചിലർ കടന്നു പോകുന്നത്. ഭയപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, ദുഃഖിക്കേണ്ട, നിരാശപ്പെടേണ്ട, ധൈര്യമായിട്ടിരിക്കുക. ഉറപ്പായും കർത്താവ് നിങ്ങളെ പിടിക്കും. കർത്താവ് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ആ വാക്ക് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ പറയുന്ന പോലെ സംഭവിക്കും. സോ ലെറ്റ് us pray. കർത്താവെ, ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിച്ച ആ വചനം വീട് നിറയേണ്ടതിന്, സ്വർഗമൊരുക്കുന്ന ആ വീട് നിറയേണ്ടതിന് കർത്താവെ തൻ്റെ ദാസനെ അയച്ചതുപോലെ കർത്താവ് ഞങ്ങളെ അയച്ചിരിക്കുകയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. താങ്ക് യു മൈ ഫാദർ. ഞങ്ങളെ തെരഞ്ഞെടുത്തതിനായി സ്തോത്രം. ഞങ്ങളെ കർത്താവ് ചൂസ് ചെയ്തല്ലോ, ഞങ്ങളെ കണ്ടല്ലോ, അതിനായിട്ട് നന്ദി കർത്താവെ. ആ ദാസന്റെ വേല ചെയ്യാൻ ഞങ്ങൾ കർത്താവിന് കർത്താവിന് ഞങ്ങൾ മക്കളാണ്. എന്നാൽ ഒരു ദാസന്റെ വേലയാണ്. ഞങ്ങൾ പോകും, ഞങ്ങൾ പറയും. ഈ ലോകത്തിൽ വി ആർ സെർവൻസ് ടു മെൻ ആൻഡ് ചിൽഡ്രൻ ഓഫ് ഗോഡ്. ഞങ്ങൾ ദൈവത്തിന് മക്കളും മറ്റുള്ളവർക്ക് സേവിക്കാൻ വേണ്ടി ഒരു സെർവൻ്റായിട്ട്, ഒരു ദാസനായിട്ട് പോയി പറയാൻ കർത്താവ് ഞങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ദൗത്യം കർത്താവെ അതിൻ്റെ ഓപ്റ്റിമത്തിൽ ചെയ്യാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണം. അവിടുത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് കേൾക്കുന്ന ഓരോ മക്കളെയും തൊടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു, അഭിഷേകം ചെയ്യേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ചില സ്ഥലങ്ങളിലൊക്കെ പോയി നിൽക്കുമ്പോൾ ആ നാവിൻ്റെ മേൽ പറയേണ്ട വാക്ക്
കർത്താവ് നാവിന്മേൽ കൊടുക്കണമേ. നിന്റെ മക്കൾ പറയുന്നത് പോലെ സംഭവിക്കട്ടെ. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് രോഗികളെ സൗഖ്യമാക്കുവാൻ കർത്താവ് അവരുടെ മേൽ ഒരു അഭിഷേകം കർത്താവ് അയക്കണം. വലിയൊരു നിറവയക്കണം. അവർ ചെല്ലുന്ന വീടുകൾ അനുഗ്രഹിക്കപ്പെടണം. അവർ കാലുകുത്തുന്ന സ്ഥലങ്ങൾ ബ്ലെസ്ഡ് ആകണം. ആരോടൊക്കെയോ സംസാരിക്കുമ്പോൾ, ആരോടെങ്കിലും അവരെ സംസാരിക്കുമ്പോൾ അവർ പറയണം, നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സന്തോഷം, എന്തെന്നില്ലാത്ത സമാധാനം. അങ്ങനെ ഒരു വലിയ അഭിഷേകം കർത്താവെ ഇന്ന് പ്രഭാതത്തിൽ കേൾക്കുന്ന ഓരോരുത്തരുടെ മേലും പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ ഈ പ്രഭാതത്തിൽ എന്തെങ്കിലും വെല്ലുവിളികളിൽ ആരെങ്കിലും കടന്നു പോകുന്നെങ്കിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ ഉണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ, എല്ലാ ശൂന്യതകളും മാറട്ടെ, ക്രിസ്തുവിന്റെ നിറവുണ്ടാകട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മകൾ കൊണ്ട് കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. നന്ദി കർത്താവേ, നന്ദി പിതാവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കുകയാണ്. താങ്ക് യു മൈ ഫാദർ. കർത്താവെ എല്ലാ ഭാരങ്ങളും മാറട്ടെ. ആരുടെയോ ഒരു സാമ്പത്തികമായ ആവശ്യം, എന്നെ സാറ എന്ന് പറഞ്ഞ ഒരു പേര് ദൈവാത്മാവ് എന്നെ കാണിക്കുന്നു. രമണി എന്ന് പറഞ്ഞ ഒരു പേര് എന്നെ കർത്താവ് കാണിക്കുന്നു. സോനു എന്ന് പറഞ്ഞ ഒരു പേര് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവ് ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവരുടെ ആ സാമ്പത്തിക വിഷയങ്ങളുടെ മേൽ എന്റെ കർത്താവിന്റെ അത്ഭുതകരം തൊടുന്നതിനായി സ്തോത്രം. വഴികൾ തുറക്കട്ടെ യേശുവിൻ നാമത്തിൽ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപ പകരുന്നതിനായി സ്തോത്രം. അനുഗ്രഹിക്കുകയാണ്. നന്മകളാൽ നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങൾക്കറിയാവോ, നോക്ക്, മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ കുറിച്ചായിരിക്കും സ്വർഗത്തിൽ ഏറ്റവും വലിയ സന്തോഷം. ഒരാൾ രക്ഷയുടെ അനുഭവത്തിൽ വരുമ്പോഴാണ് സ്വർഗം റിജോയ്സ് ചെയ്യുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 15:7 വായിക്കുകയാണ്. അങ്ങനെ തന്നെ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ചുള്ളതിനേക്കാൾ മാനസാന്തരപ്പെടുന്ന ഒരു പാപിയെ ചൊല്ലി സ്വർഗത്തിൽ അധികം സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഒരു വ്യക്തിയോട് സുവിശേഷം അറിയിക്കുമ്പോൾ നോക്ക്, ഏറ്റവും സ്വർഗം സന്തോഷിക്കുന്ന ആ വ്യക്തി കർത്താവിനെ അറിയുമ്പോഴാണ്. പക്ഷെ അതെന്നെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആ ദൗത്യം മറന്നു പോകരുത്. നമ്മൾ കുറച്ച് നാള് നമ്മൾ പോലും അറിയാതെ നമ്മളൊരു ചർച്ച് ഗോവറായി മാറും. നമ്മളൊരു ചർച്ച് ഗോവർ അല്ല. We are ministers to the Most High. സ്വർഗത്തിന്റെ പ്രവാചകന്മാരാണ്, സ്വർഗത്തിന്റെ അപ്പോസ്തലന്മാരാണ്, സ്വർഗത്തിന്റെ ഇടയന്മാരാണ്. നോക്ക്, ഇടയ ശുശ്രൂഷ ചെയ്യാൻ ചിലരെയൊക്കെ ചേർത്ത് പിടിക്കാൻ ഒരു പ്രയാസമുണ്ടോ? അവരെ ഒന്ന് ചേർത്ത് പിടിച്ച് അവർക്കൊരു ആശ്വാസം കൊടുക്കാൻ കർത്താവ് എന്നെയും നിങ്ങളെയും തെരഞ്ഞെടുത്ത്. നിങ്ങൾ സുവിശേഷകരാണ്. നോക്ക്, പ്രിയപ്പെട്ടവരെ, ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം ഏറ്റവും വിശ്വസ്തയോടെ let us do it to the glory of God. കർത്താവ് അതിൽ മഹത്വം എടുക്കട്ടെ. സോ കർത്താവ് ധാരാളമായിട്ട് വീട് നിറയേണ്ടതിനായി, ഇന്നത്തെ ദൂതത വീട് നിറയേണ്ടതിനായി, ചില സ്വർഗം നിറയ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുകയാണ്. സോ ആ സ്വർഗം നിറയ്ക്കേണ്ടതിനായി നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്. എന്റെ കോളിംഗ് അതാ, സ്വർഗം നിറയ്ക്കുക. അതിനായിട്ട് നമ്മളെ വിളിച്ചിരിക്കുന്നു. സോ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻഡ് ഷെയർ ദ വീഡിയോ ഓൾസോ. God bless you. God bless you. God bless you. Have a wonderful day. God bless you.